നിക്കുട്ടി, ഇന്ന് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ? എന്താ അത്? ചിക്കൻ ബിരിയാണി. അത് തന്നെ. സിമ്പിളായിട്ട് കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്ത് നല്ലൊരു ഹെൽത്തി തലശ്ശേരി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായി ആദ്യം തന്നെ ഒരു 3 കപ്പ് ബസ്മതി റൈസ് നന്നായി വാഷ് ചെയ്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതെ, ഇനി ഒരു മീഡിയം സൈസ് 8-9 സവാള എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക്കും ക്രഷ് ചെയ്തെടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെച്ച് എടുക്കാൻ പാകത്തിന്. ഒരു 7-8 പച്ചമുളകും നന്നായി ക്രഷ് ചെയ്തെടുക്കുക. അടുത്ത എന്താണ്? ടൊമാറ്റോ. ഇവിടെ ഞാനൊരു 5 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി എടുക്കേണ്ട കുറച്ച് പുതിനയിലയും മല്ലിയിലയും രണ്ടും കട്ട് ചെയ്ത് ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം. ഞാനൊരു 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നാരങ്ങ നീര്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലുമായിട്ട് വെക്കുക. ചിക്കൻ കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. അതിലോട്ട് കുറച്ച് കറുവപ്പട്ട, ഏലക്ക, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സവാള ആഡ് ചെയ്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. കൂടുതൽ ബ്രൗൺ ആകാൻ വെയിറ്റ് ചെയ്യണ്ട. ഇതിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് അടച്ചു വെക്കുക. ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഇതിലോട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിലോട്ട് നമ്മുടെ ഡ്രെയിൻ ബസ്മതി റൈസും കൂടെ ആഡ് ചെയ്യുക. നമ്മൾ കുക്ക് ചെയ്ത ചിക്കനിൽ നിന്നും ചിക്കൻ സ്റ്റോക്ക് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഞാൻ ഈ റൈസിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി ഒരു 5 കപ്പ് ബോയിൽ വാട്ടറും കൂടെ ആഡ് ചെയ്യുക. ശരിക്കും ഒരു 3 കപ്പ് റൈസിന് 6 കപ്പ് ബോയിൽ വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ ചിക്കൻ സ്റ്റോക്കും കൂടെ നേരത്തെ ഞാൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു 5 കപ്പ് ബോയിൽ വാട്ടർ ഒഴിക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു പകുതി വെള്ളം വറ്റിയെന്ന് കണ്ടാൽ സിമ്മിലാക്കി ബാക്കിയൂടെ കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ഓൾറെഡി റെഡിയാക്കിയിട്ടുള്ള ചിക്കനോട് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനി മല്ലിയിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കാം അല്ലേ. ആവശ്യമുള്ളവർക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ തലശ്ശേരി ബിരിയാണി? പിന്നില്ലേ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.